ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ BBQ ഫ്രൈഡ് റൈസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, വെറൈറ്റിയുമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒനിയൻ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ, അറബിക് മസാല 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ഫ്ലേവറോട് കൂടിയുള്ള അടിപൊളി ചിക്കനാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ അരപ്പെല്ലാം നന്നായിട്ട് പൊതിഞ്ഞ് ചിക്കൻ നല്ലപോലെ സോഫ്റ്റ് ആകണം. അതിനു വേണ്ടിയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ വെച്ചാലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെച്ചതെങ്കിൽ കുറച്ച് മുമ്പേ തന്നെ എടുത്ത് പുറത്ത് വെക്കണം. ഇതിൻ്റെ തണുപ്പെല്ലാം മാറണം. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കൂടുതലൊന്നും ചേർക്കണ്ട, ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 12 മിനിറ്റാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ബോൺലെസ് ചിക്കനാണ്, അതേപോലെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. മൂടി വെച്ചതിന് ശേഷം 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്താൽ അടിക്ക് പിടിക്കാതിരിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ 12 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു കിണ്ണം വെച്ച് അതിലേക്ക് ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചതോ വെച്ച് കൊടുക്കണം. എന്നിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂടണം. ഈ ചിക്കനിലേക്ക് സ്മോക്ക് ഫ്ലേവർ നന്നായിട്ട് പിടിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ചൂടിരിക്കുക തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞു പോവണ്ട, നല്ല വലിയ വലിയ പീസായിട്ടാണ് നമുക്ക് വേണ്ടത്. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുക്കായി കിട്ടണം. അത്രയും വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇവിടെ എല്ലാം അല്പം വലിയ പീസായിട്ട് തന്നെ ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. ഇനി വേണ്ടത് അരിയാണ്. നല്ല ഇനം ബസ്മതി റൈസ് എടുക്കുക. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇവിടെ അല്പം അധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. 1 മണിക്കൂറാണ് ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുള്ളത്. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. വെള്ളം ഊർന്ന് വന്നാൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അരി വേകാൻ വേണ്ടി 1 കപ്പ് റൈസിന് 3.5 കപ്പ് വെള്ളം എന്ന കണക്കിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരും ജീരകം, 1 ബേ ലീഫ്, അതേപോലെ 4 ഏലക്ക, 4 ഗ്രാമ്പു, പട്ട, തക്കോലം ഇത്രയും ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞ് തൊണ്ടോട് കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ തിളപ്പിച്ചെടുത്തു. തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ട് 8 മിനിറ്റ് വേവിച്ചെടുക്കണം. ബസ്മതി റൈസ് ആണെങ്കിൽ 8 മിനിറ്റും, അതേപോലെ സെല്ല റൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 10 മിനിറ്റും വേവിച്ചെടുക്കണം. അതിനിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ 8 മിനിറ്റ് കഴിഞ്ഞു. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പയിൽ ഞാൻ ഊറ്റി വച്ചിട്ടുണ്ട്. ഇവിടെ അരിയെല്ലാം ഊറ്റി റെഡിയായി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നില്ലേ,
അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമാണ് ഈ ഫ്രൈഡ് റൈസിനുള്ളത്. ഇനി നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് മൂപ്പിച്ചെടുത്തു. പിന്നെ 1 സവാളയുടെ പകുതി ഭാഗം, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വഴറ്റിയെടുക്കേണ്ട. ഇനി നേരിയതായിട്ട് അരിഞ്ഞ ക്യാബേജാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ക്യാരറ്റ് അളന്നെടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗമാണ് ക്യാബേജ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി വേവിച്ച ചോളം, അതേപോലെ തന്നെ ബീൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനേഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ കുറച്ച് മതി. ഈ പച്ചക്കറി ഉണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1.5 മിനിറ്റ്, വെജിറ്റബിൾ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകണ്ട. 1.5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ചോറും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ സമയമെല്ലാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം കുറച്ച് മല്ലിയിലയും സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഈ സമയം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് മിക്സാക്കി എടുക്കണം. ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ സമയമല്ല, ചിക്കൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോയ്ക്ക് ഒരു ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവസാനം മുകളിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയം തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്തും കൂടി കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി BBQ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് മുട്ട സ്ക്രാമ്പിളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അലങ്കരിച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിലൊന്ന് ഈ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.